ഇന്നത്തെ രക്ഷാദൗത്യം ആരംഭിച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ ആവുകയാണ്. ശ്രീധരൻ, അവിടെ എത്തിയ സമയം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ ഈ മണ്ണെടുക്കുന്നത് അത് കൂടുതൽ ഫലപ്രദമായിട്ടുണ്ടോ? കുറെ ഏരിയയിലേക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെയൊന്നും ഇത്രയധികം ടിപ്പർ ലോറികൾ ഇവിടേക്ക് മണ്ണ് മാറ്റി കൊണ്ടുപോകുന്നതിന് ഉണ്ടായിരുന്നില്ല. ഏതായാലും ഒരു വലിയ സമ്മർദ്ദം, അതുകൂടാതെ MLAയുടെ ഇടപെടൽ, ഇതൊക്കെ കൂടിയാണ് ഇപ്പോൾ ഇന്നലെ 2-3 ലോറികൾ മാത്രം ഈ മണ്ണ് പുറത്തേക്ക് നീക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം ഒരു 10-ലധികം ലോറികൾ എനിക്ക് ഇവിടെ തന്നെ കാണാം. കുറച്ച് ലോറികൾ മണ്ണുമായി പുറത്തേക്ക് പോയിട്ടുമുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ മണ്ണ് മാറ്റുന്ന നടപടികൾ ഇന്ന് പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ അവസാന നിമിഷങ്ങളിൽ MLA സന്തോഷ് കൃഷ്ണസെയിൽ നടത്തിയ ഇടപെടലുകൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെലുത്തിയ കേരളത്തിൽ നിന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം നടത്തിയ ഏകോപനവും അതുപോലെ തന്നെ ഇടപെടലുകളുമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വേഗത വരാൻ കാരണം. ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കുമ്പോൾ നേരത്തേക്കാൾ കൂടുതൽ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് നീക്കുന്ന നടപടികൾ ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചുവന്ന ഹിറ്റാച്ചിയിലേക്കാണ് ഫോക്കസ് വേണ്ടത്. അവിടെയാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് മണ്ണ് മാറ്റി ഹിറ്റാച്ചി കുറേ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ വളരെ അധികം, ഇപ്പോൾ നോക്കുമ്പോൾ വളരെയധികം ക്വാണ്ടിറ്റിയിൽ അവിടെ മണ്ണുണ്ട്. ഈ മണ്ണ് നീക്കുന്നതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു ചെറിയ മൺതിട്ട കൂടി അല്ലെങ്കിൽ മൺകൂന കൂടിയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാകും. അതുകൂടി മാറ്റിയ ശേഷം മാത്രമേ അവിടെ നിന്ന് പൂർണ്ണമായി മണ്ണ് മാറ്റിയെന്ന് പറയാനാകൂ. നേരത്തെ നമ്മൾ ഇവിടെ അകലെ നിന്ന് നോക്കുമ്പോൾ, ഹിറ്റാച്ചിയുടെ മറവിൽ നോക്കുമ്പോൾ ഏതാണ്ട് 2 ആൾ പൊക്കത്തുള്ള മണ്ണായിരുന്നു എന്ന് നമുക്ക് തോന്നിയിരുന്നെങ്കിൽ അത്ര ചെറിയ അളവിലുള്ള മണ്ണല്ല അവിടെ ഉള്ളത് എന്ന് ഏതാണ്ട് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ്, അതീവ ദുഷ്കരമായ ടാസ്ക് തന്നെയാണ്. ഈ മണ്ണ് മണ്ണുമാന്തി കൈകൾ മണ്ണ് മാറ്റി വരുമ്പോൾ തന്നെ അതിനുള്ളിൽ നിന്ന് ചെറിയ നീരുറകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് വെള്ളം അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട്, മണ്ണിനധികം ഭാരമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മഴ പെയ്താൽ അതൊരു വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും കാലാവസ്ഥ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഇന്ന് നേരം പുലർന്നത് മുതൽ തന്നെ കാലാവസ്ഥ അനുകൂലമായി തന്നെ നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു അവസ്ഥ ഉച്ചവരെ തുടർന്നാൽ നമുക്ക് ഇക്കാര്യത്തിലൊരു വ്യക്തത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രദേശത്ത് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് അവിടെ ലോറി ഉണ്ടോ ഇല്ലയോ എന്ന് ലൊക്കേറ്റ് ചെയ്യാനാകും എന്നാണ് ഇദ്ദേഹം MLA പറയുന്നത്. ഏതായാലും ആ സമയം കൊണ്ട് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അവിടെ ലോറി ഉണ്ടോ ഇല്ലയോ എന്ന് ലൊക്കേറ്റ് ചെയ്താൽ ഒരുപക്ഷെ അവിടെ ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെയുള്ള പുഴയുടെ തീരത്തുള്ള പ്രദേശത്തേക്ക് മണ്ണ് മാറ്റൽ അല്ലെങ്കിൽ മണ്ണ് നീക്കുന്ന നടപടികളിലേക്ക് മാറും. ഇതിൽ കുറച്ച് JCBകൾ ആ ഭാഗത്തേക്ക് മാറും. ഏതായാലും അങ്ങനെ കൃത്യമായി പ്ലാനിങ്ങോട് കൂടി ശാസ്ത്രീയമായാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കുന്ന നടപടികളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് 6ാം ദിവസമാണ് ഈ രക്ഷാപ്രവർത്തനം പോകുന്നത്. 6ാം ദിവസത്തിൽ മാത്രമാണ് ഇതിനൊരു ഗതിവേഗം കൂടിയത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ഏതായാലും ആ നടപടികൾ ഇന്ന് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊക്കെ ആദ്യം കാണിച്ചിരുന്നെങ്കിൽ, ഈ വേഗത ഒക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അത്രയ്ക്കുള്ള ഉദാസീന മനോഭാവം തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നിലവിൽ സൈന്യത്തെ വിളിക്കാനുള്ള തീരുമാനമൊക്കെ ഒരു 2 ദിവസം മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നടപടികൾ കുറേ കൂടി വേഗത്തിലേക്ക് പോയതിനെ. നിലവിലേതായാലും സൈന്യം ഇവിടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും 10:00 കൂടി തന്നെ സൈന്യം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.